നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ലാളനെയും വാത്സല്യ പ്രകടനമൊക്കെ അവിടെ ആയിക്കോ, ഇവിടെ വേണ്ട. പാവെന്ന് കരുതി വല്ലപ്പോഴും ഒന്ന് കണ്ടോട്ടെന്ന് വെച്ചാ ഇവിടെ തന്നെ ജോലിക്ക് നിർത്തിയത്. ദൂരക്കാഴ്ചയല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും വേണ്ട. അവിടുത്തെ മോളെ കണ്ടിട്ട് കുറച്ചു ദിവസം ആയല്ലോ. സച്ചിന് വേറെ തിരക്കൊന്നുമില്ലല്ലോ? എനിക്ക് ഒരു തിരക്കുമില്ല. അപ്പോ ഏതെടുത്താലും 2 അങ്ങനല്ലേ? അതെ, അങ്ങനെ ഇത് കൊള്ളാല്ലേ? ഇത് കൊള്ളാലോ. ദാ 2 ആയല്ലോ. ഇത് 2 എടുക്കാം. താങ്ക് യു സാർ. ശരി. അമ്മയുടെ പൊന്നുമോള് ഉറങ്ങുവാണോ? അയ്യോടാ, ഉറക്കം വരുന്നുണ്ടോ? എന്താ ശിവേട്ടാ? ഞാൻ കുഞ്ഞിനെ ഒന്ന് കാണാൻ വന്നതാ. ഇന്ന് ബേബി ഷോപ്പിൽ പോയപ്പോ എന്റെ കുഞ്ഞിന് വാങ്ങുന്ന കൂട്ടത്തില് ഇവിടത്തെ മോക്കും കുറച്ച് കളിപ്പാട്ടങ്ങളും ഉടുപ്പുകളും വാങ്ങി. അതൊന്ന് തന്നിട്ട് പോവെന്ന് കരുതി വന്നതാ. എന്തിനാ ശിവേട്ട ഇതൊക്കെ വാങ്ങി വെറുതെ പൈസ കളയുന്നേ? കളിപ്പാട്ടങ്ങളൊക്കെ ഇവിടെ ഒരുപാടുണ്ടല്ലോ. അറിയാം, എന്നാൽ എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി വാങ്ങിയതാ. ശരി ശരി, ഇനി ഇതൊന്നും വാങ്ങിച്ച് പൈസ കളയണ്ട കേട്ടോ. ഓ, അല്ല, അവിടുത്തെ മോള് സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. 2 പേരും ഒരു ദിവസമല്ലേ ജനിച്ചത്? ആദ്യത്തെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോ മോളെയും കൊണ്ട് 2 ഇങ്ങോട്ട് വാ, നമുക്ക് ഇവിടെ ആഘോഷിക്കാം. ഓ, സന്തോഷമുണ്ടേ. ആതിര കുഞ്ഞെ, ഞാൻ ഈ മോളെ ഒന്നെടുത്തോട്ടെ. അതിനെന്താ? ആതിര കുഞ്ഞെ, കുടിക്കാൻ കുറച്ച് വെള്ളം തരാവോ? അതിനെന്താ, ഞാൻ ദേ എടുത്തോണ്ട് വരാം. എന്റെ വാവേ, അച്ഛന്റെ ചക്കര വാവേല്ലേ, എന്റെ പൊന്നു മോളല്ലേ വാവേ. മോളിങ്ങി തന്നേക്ക്. ഇതാ. എന്റെ കുഞ്ഞ് എന്താ നോക്കുന്നേ? ഓ ഓ ഓ, അമ്മയുടെ മോളല്ലേ? ഓ, മതി ചേട്ടാ. മതി മതി, എന്നാ ഞാൻ വരട്ടെ. എന്താ തന്റെ ഉദ്ദേശം? താൻ ഇപ്പൊ അകത്ത് കാണിച്ചതിന്റെ ഉദ്ദേശം എന്താന്ന്? അത് ഞാൻ കുഞ്ഞിനെ ഒന്ന് കാണാനായിട്ട്. തനിക്ക് കാണാനും കൊഞ്ചിക്കാനുമായിട്ട് ഒരെണ്ണത്തിന് തന്നിട്ടില്ലേ ഞാൻ? ലാളനെയും വാത്സല്യ പ്രകടനമൊക്കെ അവിടെ ആയിക്കോ, ഇവിടെ വേണ്ട. പാവെന്ന് കരുതി വല്ലപ്പോഴും ഒന്ന് കണ്ടോട്ടെന്ന് വെച്ചാ ഇവിടെ തന്നെ ജോലിക്ക് നിർത്തിയത്. ദൂരക്കാഴ്ചയല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും വേണ്ട. ഇവിടെ മുഴുവൻ ക്യാമറ, അതിന്റെയൊക്കെ മുന്നിൽ കിടന്നാണോടോ. ഇനി മേലിൽ ഇമാതിരി പരിപാടികളായിട്ട് ഇങ്ങോട്ട് വന്ന ദൂരെ നിന്ന് കാണാനുള്ള അനുവാദം കൂടെ ഞാനങ്ങ് കട്ട് ചെയ്യും.
സ്വന്തം കുഞ്ഞിനോട് വാത്സല്യം നിറഞ്ഞൊഴുകുമ്പോഴേ ഞാനിപ്പോ പറഞ്ഞതൊക്കെ ഒന്ന് ഓർത്തേക്കണം. ഉം. മോന് നല്ല കരച്ചിലാണല്ലോ. എന്റെ വയ്യായ്മ വല്ലതും ഉണ്ടോ? ഇത്രയും നേരം ഉറങ്ങുമായിരുന്നു. ഇപ്പൊ എണീറ്റു. അപ്പം മുതൽ കരച്ചില. സച്ചേട്ടാ പിടിച്ചേ. ഇങ്ങ് വാ മോളെ. ഓ ഓ ഓ ഓ ഓ ഓ ഓ. ഇത് വല്ലാത്തൊരു അത്ഭുതമാ കേട്ടോ. എത്ര കരഞ്ഞിരുന്നാലും അർച്ചനയുടെ കയ്യിലിരിക്കുമ്പോ അവൾക്ക് ഒരു കരച്ചിലും ഇല്ല. കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെയായിരുന്നു. ആ മാജിക് പോകുന്നതിന് മുമ്പ് എനിക്കൊന്ന് പറഞ്ഞു തരണേ. ഇതങ്ങനെ മാജിക് ഒന്നും അല്ല ചേച്ചി. ഈശ്വരൻ കുഞ്ഞുങ്ങളെ തരാത്തതും ഉണ്ടാവും. മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങളെ എടുക്കുമ്പോൾ അവർ കരച്ചിൽ നിർത്തുന്നു. ആ ഒരു ഭാഗ്യമെങ്കിലും എനിക്കിരിക്കട്ടെ എന്ന് ഈശ്വരൻ വിചാരിച്ചിട്ടുണ്ടാവും. ചേച്ചി ശിവേട്ട അങ്ങോട്ട് പോയി. അറിയില്ല സർ, കുറെ നേരമായി പോയിട്ട്. ഉച്ചയ്ക്ക് ശേഷം നെല്ലിശ്ശേരി പോകുന്നു പറഞ്ഞിരുന്നു. നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ? പരിചയമുണ്ട്. ഏട്ടനവിടെ ജോലി ഉണ്ടായിരുന്നപ്പോ ഞാൻ ഇടയ്ക്ക് കമ്പനിയിൽ പോവായിരുന്നു. അന്നു മുതലേ സേതു സാറിനെയും നന്ദൻ സാറിനെയും സച്ചി സാറിനെയും ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. നല്ല ജോലിയും ശമ്പളവും ഒക്കെ ആയിരുന്നില്ലേ. അദ്ദേഹത്തിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാ അതൊക്കെ പോയത്. നിങ്ങളിരിക്കെ, ഞാൻ ചായ എടുക്കാം. ഇന്നൊരു ഒഴിവും പറയണ്ട, കഴിച്ചിട്ടേ ഞാൻ വിടും. ഇരിക്കെ. ആ ചേച്ചി ദാ ഇത് അകത്തേക്ക് വെച്ചോ. മോക്ക് വേണ്ടി വാങ്ങിയതാ. എന്തിനാ സാറേ, ഇതൊന്നും വേണ്ടിയിരുന്നില്ല. ഇതൊക്കെ ഇട്ടും നിങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന കളിപ്പാട്ടങ്ങളൊക്കെ കളിച്ചും പെണ്ണിന് കോളായി പോയാലേ അവസാനം അത് ഞാൻ ഓടിയേ എത്തില്ല. അതോർത്ത് ചേച്ചി ടെൻഷൻ ആവണ്ട. മോക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി, ഞാൻ സാധിച്ചു തരും. അതിനി എന്തായാലും പോരെ. ചായ കിട്ടിയില്ലല്ലോ. അത് മറന്നോ? നിങ്ങൾ അകത്തേക്കിരിക്കെ, ഞാൻ ഇപ്പൊ എടുക്കാം. ഓ ഓ ഓ ഓ കുഞ്ഞാവേ. നോക്കി സച്ചേട്ടാ, നമ്മളവളെ മൈൻഡ് ചെയ്യാത്തോണ്ടേ ശബ്ദം ഉണ്ടാക്കി നമ്മളെ അറിയിച്ചത് കണ്ടോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.